ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ലുലു മാളിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു, ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ലുലു മാൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് എറണാകുളത്ത്. ഹേമേന്ദ്രൻ ഇൻ്റലിജൻസ് മേധാവിയാണ്. അപ്പോൾ എല്ലാവരും 10,000-2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമായി കേരളത്തിൽ വരികയാണ്. അതിൻ്റെ ഉടമയായ യൂസഫ് അലി ആകെ പരിഭ്രമത്തിലായി. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. ഒരു ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ പോലീസും ബേജാറായി, എല്ലാവരും ബേജാറായി. ഒരു ടൈമൊക്കെ പറഞ്ഞ് ഇന്ന സമയത്തിനുള്ളിൽ ബോംബ് പൊട്ടും എന്നാണ്. കണ്ടുപിടിക്കാനാവുന്നത്ര ശ്രമം നടത്തി നോക്കി. അവസാനം എറണാകുളത്തൊരു പോലീസുകാരൻ ഹേമേന്ദ്രൻ എന്നോട് വിളിച്ച് പറയാം, സാർ ആ പോലീസുകാരൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ കോൾ ആ പോലീസുകാരന് കേൾക്കണമെന്ന് പറയുന്നു. എന്ത് ഞാൻ പറഞ്ഞു, കേൾക്കട്ടെ. ആ പോലീസുകാരൻ ആ ശബ്ദം കേട്ടിട്ട് അയാൾ പറഞ്ഞു, സാർ അത് ഇന്നയാളാണ് അല്ലേ? ആളുടെ പേര് പറഞ്ഞു, അത് ഇന്നയാളാണ് വിളിച്ചു പറഞ്ഞു. അയാളെ ഐഡൻറ്റിഫൈ ചെയ്തത് പിന്നെ പോലീസ് കമ്മീഷണറും എറണാകുളം കമ്മീഷണറും ഒക്കെ സംസാരിച്ചു. അയാൾക്ക് എത്രയോ കോടി രൂപ അയാൾ ആവശ്യപ്പെട്ടു. പോലീസ് പറഞ്ഞു പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗിനകത്ത് പൈസയില്ലായിരുന്നു, ഒരു കട്ട മുകളിൽ കുറച്ച് പൈസയൊക്കെ വെച്ച് നേരെ അവിടെ ചെന്നു. കോയമ്പത്തൂർ അതിർത്തി അല്ലേ, വാളയാറിൽ വെച്ച് ആ പെട്ടി അവിടെ വെച്ചു. ഇയാൾ വരുന്നു, പെട്ടി എടുക്കാൻ വരുന്നു. പോലീസ് എൻസർക്കിൾ ചെയ്യുന്നു, അയാളെ പിടിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഒരു പോലീസുകാരൻ ഇത്ര സമർത്ഥനായ ആ പോലീസുകാരൻ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരനാണ്. അയാൾ ആ ശബ്ദം കേട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആരാണ് പ്രതി എന്നുള്ളത്. ആ ശബ്ദം കേട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരല്ല, ഒരു ചെറിയ പോലീസുകാരൻ. അപ്പോൾ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഞാനിവിടെ. അങ്ങനെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ കേരള പോലീസിലെ ഒരു കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള ആളുകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കഴിവുള്ള ആളുകൾ ഇതിനകത്ത് ധാരാളമുണ്ട്. അവരുടെ സേവനത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹേമേന്ദ്രൻ തീർച്ചയായിട്ടും ധാരാളം പരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. പോലീസിന് അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായും ഭാവിയിൽ മുതൽക്കൂട്ടുണ്ടാകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. രവി DC ഇപ്പം കൂടുതൽ ഇത്തരം പുസ്തകങ്ങളാണ് കൂടുതൽ ഇറക്കുന്നത്. KR മീരയോട് ഞാൻ ചോദിച്ചു, KR മീരയുടെ പുസ്തകത്തിൽ ഒരു ഡിക്റ്റേറ്റീവിൻ്റെ ഞാൻ ഈ പുതിയ നോവലെല്ലാം വായിക്കുന്ന ആളാണ്. മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ നോവലും ഞാൻ അവിടെ ചെന്ന് ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി രാത്രി ഇന്ന് വായിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ KR മീരയോട് ചോദിച്ചു, ഡിക്റ്റേറ്റീവിൻ്റെ ഒരു അംശം ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഡിക്റ്റേറ്റീവ് നോവലിൻ്റെ അംശത്തിനാണ് കൂടുതൽ വായനക്കാരുള്ളത് എന്നോട്. അത് രവി പറഞ്ഞു കൊടുക്കുകയാണ്, അതുകൂടെ ചേർത്തോളാൻ. അപ്പോൾ അത് ഇത്ര സ്റ്റോറികൾക്ക് ഇതൊരു ഡിക്റ്റേറ്റീവ് സ്റ്റോറിയുടെ ഒരു മണമുണ്ട് എനിക്കുണ്ട്. അപ്പം ബെസ്റ്റ് സെല്ലറായി ഇത് മാറും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഈ പുസ്തകം ബിന്ദുവിന് നൽകി അത് റിലീസ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.